ഹായ് മക്കളെ, അപ്പം നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പം എല്ലാവരും അതിന്റെ എക്സൈറ്റ്മെന്റിലൊക്കെ ആണെന്ന് അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ സ്കൂളിൽ ചില മാറ്റങ്ങൾ വരുന്നു, പുതിയ മാറ്റങ്ങൾ, അതായത് കുറെ വന്നു, കുറെ വരാനുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആ മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ സമയമാണ്. അപ്പൊ സ്കൂളിന്റെ സമയം എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ ഉള്ള സമയത്തിനേക്കാൾ അരമണിക്കൂർ സമയം നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് സ്കൂളിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ 4 മണി വരെയാണെങ്കിൽ 4:30 വരെ ഇരിക്കുക, അങ്ങനെയല്ല. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സമയത്തിനേക്കാളും 15 മിനിറ്റ് മുമ്പും പിന്നെ ഇപ്പോൾ ഉള്ള സമയത്തിനേക്കാൾ 15 മിനിറ്റ് ശേഷം, അങ്ങനെയാണ് ആ ടൈമിൽ ചേഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9:45 ഇനി ക്ലാസ് തുടങ്ങുക. 4 മണിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് 4:15 കഴിയുന്നുണ്ടായിരിക്കാം. അപ്പൊ അതാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ബാധകമല്ല. ഇപ്പൊ വെള്ളിയാഴ്ചകളിൽ ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ബാക്കി ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങൾ കൂടുതലായിട്ട് സ്കൂളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അടുത്ത മാറ്റം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് സ്കൂളിൽ കാര്യമായി ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? പക്ഷെ അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലൈഫുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങളാണ് ആ 2 ആഴ്ചകളിൽ നമ്മൾ സ്കൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ മറ്റു വിഷയങ്ങളും അതിന്റെ കൂടെ തന്നെ എടുക്കും. 1-2 പീരീഡുകൾ മാത്രമായിരിക്കും ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുക. ബാക്കി എല്ലാ സബ്ജക്ട്സും റെഗുലർ ആയി തന്നെ എടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് പോകേണ്ട കാര്യമില്ല, ഞാൻ അറിയേണ്ട കാര്യമല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാനേ പാടില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇക്കൊല്ലം നിങ്ങൾക്ക് 6 ശനിയാഴ്ചകൾ കൂടി വർക്കിംഗ് ആക്കാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമം തോന്നുന്ന കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ 6 ശനിയാഴ്ചകൾ കൂടി പോകണം. പക്ഷെ അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേടിക്കേണ്ട, തിങ്കൾ തൊട്ട് ഞാൻ വെള്ളി വരെ സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് ഞാൻ ശനിയും സ്കൂളിൽ പോകണം, അങ്ങനെയല്ല. അങ്ങനെ നിങ്ങളെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കില്ല. ഇത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുപ്പിച്ച് 6 പ്രവൃത്തി ദിവസം വരാത്ത രീതിയിലായിരിക്കും ഇത് ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ 4 ദിവസങ്ങളുള്ള വർക്കിംഗ് ഡേ ആയിട്ടുള്ള ദിവസങ്ങൾ ആഴ്ചകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ആയിരിക്കും ശനിയാഴ്ച വർക്കിംഗ് ആക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, തിങ്കൾ ടു ശനി വരെ ഞാൻ പോകേണ്ടതെന്നുള്ള ടെൻഷൻ വേണ്ട. പക്ഷെ അല്ലാത്ത രീതിയിലായിരിക്കും ഈ 6 ശനിയാഴ്ചകൾ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നു. യെസ് മക്കളെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സർക്കുലർ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ചേഞ്ചുകളൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് തന്നെയായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരും ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ വേണം ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കാണാനായിട്ട് എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മറക്കരുത്, നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്ഡേറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം ഞങ്ങൾ അതിനിവിടെ എല്ലാവരും സെറ്റാണ്, റെഡിയാണ്. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. കമന്റ് ചെയ്യാൻ മറക്കണ്ട. ടിൽ ദെൻ ബൈ.